നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന മാമോഗ്രാം എന്ന സ്ക്രീനിങ് മെത്തേഡിനെ കുറിച്ചാണ്. പലർക്കും ഇതിനെക്കുറിച്ച് പേടിയാണ്. മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ റേഡിയേഷൻ ആവില്ലേ, ഇത് തന്നെ ക്യാൻസറിന് കാരണമാവില്ലേ, എപ്പോഴാണ് മാമോഗ്രാം ചെയ്യേണ്ടത്, എത്ര ഫ്രീക്വൻ്റായിട്ട് ചെയ്യണം തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്കുത്തരമാണ് ഈ വീഡിയോ. സാധാരണ മാമോഗ്രാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് 40 വയസ്സ് മുതൽ 74 വയസ്സ് വരെ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യണമെന്നാണ് അമേരിക്കൻ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പുതിയ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇത് ആവറേജ് റിസ്ക് ഉള്ളവരെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ ഉള്ള ആളുകളെക്കുറിച്ചാണ് ഈ റെക്കമെൻഡേഷൻ പറയുക. യാതൊരു സിംറ്റവും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെ അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് ഈ സ്ക്രീനിങ് ടൂൾ. ഈ മാമോഗ്രാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ തന്നെ കൈകൊണ്ട് പരിശോധിച്ചോ അല്ലെങ്കിൽ ഡോക്ടർ എക്സാമിൻ ചെയ്തോ ഒക്കെ നോക്കുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാളിലും ഒരു 3 വർഷം മുമ്പ് തന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് മാമോഗ്രാമിന് പറ്റും. അത്ര ചെറിയ മുഴകളും അത്ര ചെറിയ വ്യത്യാസങ്ങളും ഒക്കെ ഈ മാമോഗ്രാം വഴി കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് മെത്തേഡായിട്ട് ഉപയോഗിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമായിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളെ എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു മുഴയോ എന്തെങ്കിലും പ്രോബ്ലം കണ്ടെന്ന് തോന്നിയാൽ ഡോക്ടർ പിന്നെ മാമോഗ്രാമിന് പിന്നെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് നമുക്കതിൻ്റെ നേച്ചർ അറിയാനും ആ മുഴയെക്കുറിച്ച് അറിയാനുമൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർക്കും ഫോളോ അപ്പിന് വേണ്ടി മറ്റേ ബ്രസ്റ്റൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ മാമോഗ്രാം വീണ്ടും ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാമോഗ്രാം ഇതുപോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക? അമേരിക്കയിൽ ഉള്ള കണക്കുകൾ അനുസരിച്ച് പറയുന്നത് 8ൽ 1 സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സാധാരണ റെക്കമെൻഡേഷൻ 74-75 വയസ്സ് വരെയാണ് പറയുക. 40 വയസ്സിന് മുമ്പ് സാധാരണ നമ്മൾ മാമോഗ്രാം യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം സാധാരണ യങ്ങർ ഏജിൽ കൂടുതൽ ഫൈബ്രസ് ടിഷ്യൂ, ഗ്ലാൻഡുലാർ ടിഷ്യൂ ഒക്കെ കൂടുതലാകുമ്പോൾ കൂടുതൽ ഡെൻസ് ബ്രസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മാമോഗ്രാമിൻ്റെ ഇമേജിങ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാവും. അവർക്കൊക്കെ കുറിച്ച് റേഡിയേഷൻ എക്സ്പോഷറും അപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ആഫ്റ്റർ ദി ഏജ് ഓഫ് 40 സാധാരണ നമ്മൾ മാമോഗ്രാം റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അതല്ല, എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമാണ് പ്രത്യേക തരത്തിലുള്ള മാമോഗ്രാമൊക്കെ ചെയ്യുക. എന്താണ് ഈ മാമോഗ്രാമിൻ്റെ ടെക്നോളജി? എക്സ്റേയുടെ ആ ടെക്നോളജിയാണ് ഉപയോഗിക്കുക. ഒരു ഫിലിം മാമോഗ്രാമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുക? നമ്മൾ ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പറയും, പ്രത്യേകിച്ച് പൗഡർ അല്ലെങ്കിൽ അങ്ങനത്തെ പെർഫ്യൂമോ ഡിയോഡ്രൻസോ അങ്ങനത്തെ ഒന്നും ആ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയും. കാരണം ഇതൊക്കെ ഇമേജിനെ ബാധിക്കുകയും ഇൻ്റർപ്രിറ്റേഷൻ വേരിയേഷൻ വരാനും സാധ്യതയുണ്ട്. സാധാരണ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ്, അതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളിത് ചെയ്യുക. ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും വേസ്റ്റിന് മുകളിലേക്ക് നമ്മൾ ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്തിട്ട് അവർ നമുക്കൊരു ഗൗൺ തരും. ആ ഗൗൺ ഇട്ടിട്ടാണ് ഒരു എക്സ്റേ മെഷീൻ്റെ മുൻപിൽ നമ്മൾ കൊണ്ട് നിർത്തും. ആ ടെക്നീഷ്യൻ നമ്മൾ ഈ ബ്രസ്റ്റ് 2 ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്. സാധാരണ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റാണ്. ആ 2 പ്ലാസ്റ്റിക് പ്ലേറ്റിൻ്റെ ഇടയിലേക്ക് ബ്രസ്റ്റ് കയറ്റി വെച്ചിട്ട് ഈ 2 പ്ലേറ്റും ഈ പാഡിൽ നന്നായിട്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ ഈ 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ബ്രസ്റ്റ് നല്ല കംപ്രസ്ഡ് ആവും. ഈ കംപ്രസ്ഡ് ആവുന്നതാണ് ആളുകൾക്ക് പേടി. ഇത് ഭയങ്കര വേദന ഉണ്ടാക്കില്ലേ ഇങ്ങനെ പരത്തി വെച്ചാൽ എന്നൊക്കെ ചോദിക്കും. ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്, പക്ഷേ കാര്യമായ വേദനയൊന്നും അതുകൊണ്ടുണ്ടാവില്ല. ഈ പരത്തി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബ്രസ്റ്റ് ടിഷ്യൂ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഒരു ലെവലിൽ ഒരു സിംഗിൾ ആ ഒരു ഇമേജിലിരിക്കുമ്പോൾ നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ കുറവായിരിക്കും. ആ ഒരു തിൻ ആ ഏരിയ വഴി എക്സ്റേ പാസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈവൺ ആയിട്ടുള്ള നല്ല ഒരു പ്രതലത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഇമേജിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് മാമോഗ്രാം ഒന്നും ചെയ്യേണ്ട സാധാരണഗതിയിൽ വരില്ല. അപ്പോൾ ഈ ഫ്ലാറ്റായിട്ട് ഈ കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് 2 പാഡിലിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കംപ്രസ്ഡ് ആക്കുന്നത്. ബ്രസ്റ്റ് ടിഷ്യൂ നല്ല ഡെൻസ് ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് മറ്റുള്ള സ്ക്രീനിങ് മെത്തേഡ്സ്, ചിലപ്പോൾ മാമോഗ്രാം മാത്രം ചിലപ്പോൾ പോരാ. നമ്മൾ സാധാരണ ഫിലിം മാമോഗ്രാമാണ് ചെയ്യുക. യൂഷ്വലി അതിൻ്റെ കൂടെ ഡോക്ടർ അതിൻ്റെ കൂടെ അൾട്രാസൗണ്ടും ചെയ്യും. സോണോ മാമോഗ്രാമും സാധാരണ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ചിലർക്ക് ഡിജിറ്റൽ മാമോഗ്രാം എന്ന് പറയും. അതായത് നമ്മൾ ഫിലിം മാമോഗ്രാമിൽ ഉപയോഗിക്കുന്ന എക്സ്റേ ടെക്നോളജി തന്നെയാണ്, പക്ഷേ ചില ഡിറ്റക്ടേഴ്സ് ഡിജിറ്റൽ ക്യാമറയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ ഡിറ്റക്ടേഴ്സ് ഈ എക്സ്റേയെ ചില ഇലക്ട്രിക് സിഗ്നൽസാക്കി മാറ്റി നമുക്ക് ആ ഇമേജിൻ്റെ അങ്ങനെയാണ് അത് റീഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകും.
അപ്പോൾ റിപ്പീറ്റ് മാമോഗ്രാം ചെയ്യേണ്ട ആവശ്യകത യൂഷ്വലി കുറവായിരിക്കും. പിന്നെ മറ്റുള്ള മെത്തേഡ്സാണ് 3D മാമോഗ്രാം ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് റേസ് ഉപയോഗിക്കുന്ന MR മാമോഗ്രാം. ഇതൊക്കെ നമുക്ക് സാധാരണ മാമോഗ്രാം കൊണ്ട് നമുക്ക് പറ്റിയില്ല എങ്കിൽ ഡോക്ടർ ചിലപ്പോൾ നിങ്ങളുടെ കേസ് അനുസരിച്ച് നിങ്ങളെ അസസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഡോക്ടർ അസസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആവറേജ് റിസ്ക് ഉള്ളവർക്കാണ് നമ്മളിത് പറയുന്നത്. ആരൊക്കെയാണ് ഈ ഹൈ റിസ്ക്, ബ്രസ്റ്റ് ക്യാൻസറിന് ഹൈ റിസ്ക് ആയിട്ടുള്ളവർ? ഫാമിലിയിൽ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ, ഓവറിയുടെ ക്യാൻസർ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ജീൻ മ്യൂട്ടേഷൻ BRCA എന്നൊക്കെയുള്ള ചില പ്രത്യേക ജീൻസ് ഫാമിലിയിൽ റൺ ചെയ്യുന്നവർ, ഇവരൊക്കെ ഹൈ റിസ്ക് ആണ്. അതുപോലെ ചെറുപ്പത്തിലേ തന്നെ വളരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ ചെസ്റ്റിന് റേഡിയേഷൻ എക്സ്പോഷർ ഉള്ളവർക്കൊക്കെ കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡോക്ടർ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് സാധാരണ മാമോഗ്രാം. പിന്നെ ഈ മാമോഗ്രാമിന് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ബിറാഡ്സ് കാറ്റഗറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഇതിലാണ് സാധാരണ നമ്മൾ അതിൻ്റെ റിസ്ക് അത് ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ബിറാഡ്സ് കാറ്റഗറി നോക്കിയിട്ട് ഡോക്ടർ നിങ്ങൾക്ക് വീണ്ടും മാമോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എപ്പോഴാണ് അടുത്ത മാമോഗ്രാം റിപ്പീറ്റ് ചെയ്യേണ്ടത്, സാധാരണ സ്ക്രീനിങ് പോലെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ, അതോ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ ചിലർക്ക് പേടിയാണ്, ഇത് റേഡിയേഷൻ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട് പ്രോബ്ലം കൂടുതലാകുമോ, ഇതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകുമോ. അപ്പോൾ സാധാരണ UK ഇതിനു വേണ്ടി ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ പ്രകൃതിയിൽ തന്നെ 2.7 മില്ലിസിവേർട്സ് ഒരു വർഷം എക്സ്പോഷർ ഉണ്ടാകുമെന്നാണ്. ഒരു ഡിജിറ്റൽ മാമോഗ്രാമിൽ സാധാരണ ഒരു ഫിലിം മാമോഗ്രാമിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാകുന്നത് 0.6 മില്ലിസിവേർട്ടാണ് ആ റേഡിയേഷൻ എക്സ്പോഷറിൻ്റെ യൂണിറ്റ്. അതായത് വളരെ ലോയാണ്. നമ്മൾ ഒരു 5-6 ആഴ്ച ഒരു സാധാരണ ചുറ്റുപാടിൽ സാധാരണ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വരാവുന്ന ഒരു റേഡിയേഷൻ എക്സ്പോഷറേ ഈ മാമോഗ്രാം വഴി ഉണ്ടാകുന്നുള്ളൂ. ബ്രസ്റ്റിലൊക്കെ എന്തെങ്കിലും ഇംപ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നവർ അത് തീർച്ചയായിട്ടും പറയണം. കാരണം കൂടുതൽ പ്രഷർ വരുമ്പോൾ ആ ഇംപ്ലാന്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സാധാരണ ഈ പ്രൊസീജിയർ ഒരു 15 to 20 മിനിറ്റ്സിനകം തീരുന്ന പ്രൊസീജിയറാണ്. ഇത് പ്രത്യേകിച്ച് പീരീഡ് ഉള്ളവരിൽ പീരീഡിന് ശേഷമായിരിക്കും ഒന്നുകൂടെ ഇത് ചെയ്യുന്നത് നല്ലത്. കാരണം ആ ബ്രസ്റ്റിൻ്റെ പെയിൻ ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ മാമോഗ്രാം എന്നുള്ളത് വളരെ സ്ക്രീനിങ് മെത്തേഡ്, വളരെ ഏർലി തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വളരെ ഉത്തമമായ ഒരു മെത്തേഡാണ്. മാമോഗ്രാം ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഇതിൻ്റെ റിസ്കിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് ടൂള് വെറുതെ ആവശ്യമില്ലാത്ത ഭയമൊക്കെ വെച്ചത് അവോയ്ഡ് ചെയ്യരുത്, ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഏർലി ആയിട്ട് ക്യാൻസർ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിന് വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ വളരെ ഏർലി കണ്ടുപിടിക്കാനായിട്ട് ഈ മാമോഗ്രാം സ്ത്രീകളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ സാധ്യത തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് അടുത്ത ഫ്രൈഡേ കാണാം. നന്ദി, നമസ്കാരം.